നമസ്കാരം. നമ്മുടെ ഭക്ഷണത്തിൽ ഏറെ പ്രാധാന്യമുള്ള ഒന്നാണ് വെളുത്തുള്ളി. മിക്ക വീടുകളിലും വെളുത്തുള്ളി ഉപയോഗിച്ച് വരുന്നുണ്ട്. ആരോഗ്യത്തിൽ വെളുത്തുള്ളിയുടെ പങ്ക് ഒട്ടും ചെറുതല്ല. പക്ഷെ പറഞ്ഞിട്ടെന്താ കാര്യം? ഇനി ചിലപ്പോൾ വെളുത്തുള്ളി ഉപയോഗിച്ചാൽ നിങ്ങൾക്ക് പണി കിട്ടിയേക്കാം. ഇത്രയും കാലം ആരോഗ്യത്തിനും ഭക്ഷണത്തിനുമൊക്കെ വേണ്ടി ഉപയോഗിച്ചുകൊണ്ടിരുന്ന വെളുത്തുള്ളിയെ ഇനി ചിലപ്പോൾ മാറ്റി നിർത്തേണ്ടി വരും. ദിവസവും ഉപയോഗിക്കുന്ന വെളുത്തുള്ളി ഔഷധ ഗുണങ്ങളുടെ കലവറയാണ്. അതിനാൽ അവ ദൈനംദിന ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നത് വളരെയേറെ ഗുണം ചെയ്യും എന്നുള്ളതൊക്കെ ശരി തന്നെയാണ്. പക്ഷേ നമ്മൾ ഉപയോഗിക്കുന്ന വെളുത്തുള്ളി ഗുണനിലവാരം ഇല്ലെങ്കിൽ പണി പാളും. എന്തിനും ഏതിനും ഡ്യൂപ്ലിക്കേറ്റ് കിട്ടുന്ന കാലമാണല്ലോ. വ്യാജന്മാർ പാവം വെളുത്തുള്ളിയെയും വെറുതെ വിടുന്നില്ല. മായം ചേർത്ത വ്യാജ വെളുത്തുള്ളികളും മാർക്കറ്റിൽ സുലഭമാണ്. സിമന്റ് ചേർത്ത് നിർമ്മിച്ച ഫാർക്ക് വെളുത്തുള്ളി പോലും വിപണിയിൽ എത്തുന്നുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ. ഇത്തരം വെളുത്തുള്ളികൾ ദീർഘകാലം കഴിച്ചാൽ ആരോഗ്യത്തിന് 8ന്റെ പണി കിട്ടും. അതുകൊണ്ട് വെളുത്തുള്ളി വാങ്ങുമ്പോൾ അവ വ്യാജനല്ലെന്ന് ആദ്യം ഉറപ്പുവരുത്തണം. എന്നിട്ട് മാത്രം ഉപയോഗിക്കണം. അസൽ വെളുത്തുള്ളി തിരിച്ചറിയാൻ ചില മാർഗങ്ങളൊക്കെ വിദഗ്ധർ പറയുന്നുണ്ട്. വെളുത്തുള്ളിയുടെ നിറമാണ് ആദ്യം പരിശോധിക്കേണ്ടത്. യാതൊരു പാടുകളുമില്ലാതെ വെളുത്തിരിക്കുന്ന ഉരുണ്ടു തുടുത്ത ഉള്ളിയാണെങ്കിൽ വ്യാജനാകാൻ സാധ്യതയുണ്ട്. തൊലി കട്ടി കൂടിയതാണെങ്കിൽ മായം ചേർന്ന വെളുത്തുള്ളി ആകാൻ സാധ്യതയേറെയാണ്. നേർത്ത ചർമ്മമാണെങ്കിൽ മായമില്ലാത്തതാകും. നല്ല വെളുത്തുള്ളി വെള്ളത്തിലിട്ടാൽ മുങ്ങിക്കിടക്കും. വ്യാജനാണെങ്കിലോ പൊങ്ങിക്കിടക്കും. വ്യാജനല്ലെങ്കിൽ നല്ല ഗന്ധമുള്ള വെളുത്തുള്ളി ആയിരിക്കും. മായം ചേർത്തവയ്ക്ക് ഗന്ധം കുറവായിരിക്കും. അതുമല്ലെങ്കിൽ രാസവസ്തുക്കളുടെയൊക്കെ ഗന്ധം അനുഭവപ്പെടും. രുചിയിൽ രാസസ്വഭാവം തോന്നുന്നുണ്ടെങ്കിൽ മായം ചേർത്തിട്ടുണ്ടെന്ന് സാരം. അത്തരം വെളുത്തുള്ളി ഒരു കാരണവശാലും വാങ്ങി ഉപയോഗിക്കരുത്. കഴിഞ്ഞ വർഷം ചൈനീസ് വെളുത്തുള്ളിയെക്കുറിച്ച് ചില വാർത്തകൾ വന്നിരുന്നു. ചൈനയിൽ നിന്ന് കടത്തിയ വെളുത്തുള്ളി ഗുജറാത്തിൽ നിന്ന് പിടിച്ചെടുത്തിരുന്നു. നേപ്പാൾ വഴിയായിരുന്നു ഇന്ത്യയിലേക്ക് ആ വെളുത്തുള്ളി എത്തിയിരുന്നത്. 2014 നിരോധിച്ചെങ്കിലും ചൈനീസ് വെളുത്തുള്ളി പലപ്പോഴും ഇന്ത്യൻ വിപണിയിൽ കാണാറുണ്ട്. ലോകത്ത് ഏറ്റവും കൂടുതൽ വെളുത്തുള്ളി ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യങ്ങളിലൊന്ന് ചൈനയാണ്. ഇന്ത്യൻ വെളുത്തുള്ളിയിൽ നിന്ന് കാഴ്ചയിലും ഗുണനിലവാരത്തിലും വ്യത്യസ്തമാണ് ചൈനീസ് വെളുത്തുള്ളി. ചൈനീസ് വെളുത്തുള്ളിക്ക് ഇളം വെള്ളയും പിങ്കും കലർന്ന നിറമാണ്. അല്ലിക്ക് വലിപ്പം കൂടുതലും ഗന്ധം കുറവുമായിരിക്കും. ചൈനയുടെ വെളുത്തുള്ളി കൃഷിയിൽ രാസവസ്തുക്കളുടെയും കീടനാശിനികളുടെയും ഉപയോഗം വളരെ കൂടുതലാണ്. അതിനാൽ ആരോഗ്യത്തിനൊട്ടും സുരക്ഷിതമല്ല. മീഥൈൽ ബ്രോമൈഡ് അടങ്ങിയ കുമിൾനാശിനി ഉപയോഗിച്ച് 6 മാസം വരെ വെളുത്തുള്ളിയിൽ ഫംഗസ് വളർച്ച ചൈന തടയുന്നുണ്ട്. ഔഷധ ഗുണത്തിന് കാരണമായ അലിസിൻ എന്ന ഘടകം ചൈനീസ് വെളുത്തുള്ളിയിൽ വളരെ കുറവാണ്. അലിസിൻ രക്തസമ്മർദ്ദം നിയന്ത്രിക്കുകയും പ്രതിരോധശേഷി വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. ചൈനയിൽ വെളുത്തുള്ളി കൃഷിക്ക് അസംസ്കൃത മലിനജലം ഉപയോഗിക്കുന്നുവെന്ന് US റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു. മാലിന്യങ്ങൾ നീക്കം ചെയ്യാൻ ബ്ലീച്ചിംഗ് പ്രക്രിയയ്ക്ക് വിധേയമാക്കുന്നുണ്ടെന്നും പഠനങ്ങളിൽ പറയുന്നുണ്ട്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ന്യൂസ് ഡെസ്ക് ഈനാട് മലയാളം.